Hello everyone, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുൾമിയപ്പ് കേക്ക് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിനടുത്ത് വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 2 പിഞ്ച് ഉപ്പുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ശേഷം നമ്മൾ ഈ മിക്സ് ആക്കി വെച്ച പൊടി നമുക്ക് ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ ഇതിലേക്ക് 2 സ്പോഞ്ച് കേക്കാണ് യൂസ് ആക്കുന്നത്, ഒരു വാനിലയും ഒരു ചോക്ലേറ്റും. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ ഈ പൊടി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഡിവൈഡ് ആക്കിയതിൽ നിന്ന് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്നുകൂടി അരിച്ചെടുക്കാം. ഇത് നമ്മൾ വാനില സ്പോഞ്ച് കേക്കിനാണ് യൂസ് ആക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്ത ബൗളിലുള്ളത് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നമുക്ക് അരിച്ചെടുക്കാം. ഇത് നമ്മളുടെ ചോക്ലേറ്റ് കേക്കിനുള്ളതാണ്. പിന്നെ രണ്ടും ഡിവൈഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറേശ്ശെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് യൂസ് ആക്കുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചത്. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതും 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടും ഈക്വൽ ആയിരിക്കണം. ശേഷം നമ്മൾ ഡിവൈഡ് ആക്കിയതിൽ നിന്ന് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം. അതൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ശേഷം നമ്മളുടെ വാനില സ്പോഞ്ച് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബാറ്റർ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ശേഷം നമുക്കിത് കേക്ക് പാനിലേക്ക് ഒഴിച്ചിട്ട് 20 to 25 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കുക്കാക്കിയെടുക്കാം. ഇനി നമ്മളുടെ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് നമ്മളുടെ ബാറ്ററിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ആവുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇതിലും ബാറ്റർ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് 20 to 25 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ 2 കേക്കും സെപ്പറേറ്റ് പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസിലൊന്നും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ പ്ലേറ്റിൽ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബോട്ടം ലെയറായിട്ട് നമ്മളുടെ വാനില സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ സിറപ്പ് പാലും പിന്നെ അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്. ശേഷം അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ആക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം എല്ലായിടത്തേക്കും ആഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് ഒന്ന് സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ വാനില സ്പോഞ്ച് കേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്റ്റെപ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമ്മളുടെ കേക്കിൻ്റെ മുകളിലത്തെ ലെയറിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് നമ്മളതൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കണം. ശേഷം OHP ഷീറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക എന്നാണ്. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ആഡ് ആക്കുന്നത് കാഷ്യൂ നട്ട്സും ജെംസും ആണ് നമ്മൾ ആഡ് ആക്കുന്നത്. ശേഷം നമുക്ക് നമ്മളുടെ OHP ഷീറ്റ് പുൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പുൾമിയപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്.